നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ലാവോസ് എന്ന കൊച്ചു രാജ്യത്തെ ഒരു വിഷു ആഘോഷം അല്ലെങ്കിൽ ഒരു പുതുവർഷ ആഘോഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ലാവോസ് ജനത പുതുവർഷം ആഘോഷിക്കുന്ന ഒരു ഏപ്രിൽ മാസത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇവരുടെ പുതുവർഷത്തെ പറയുന്ന പേര് പീമായി എന്നാണ്. പീമായി ലാവോ എന്നും പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന വിഷു സമയത്ത് സുലഭമായി കാണുന്ന കണിക്കൊന്നയുണ്ടല്ലോ, ആ കണിക്കൊന്ന മരവും ഇവിടെ ഒരുപാടുണ്ട്. ഇവിടുള്ള ജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസം ഈ പുതുവർഷം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിഷു പോലെ ഇവരുടെ പുതുവർഷം ആഘോഷിക്കുന്ന ദിവസം ഇവർ ഈ കണിക്കൊന്നയുടെ പൂക്കളും കണിക്കൊന്നയുടെ ഇലകളുമൊക്കെ എടുത്ത് കൂട്ടിക്കെട്ടി ബക്കറ്റുകളിലുമൊക്കെ വെള്ളമൊക്കെ നിറച്ച് ഇതുപോലെ ബുദ്ധക്ഷേത്രങ്ങളിൽ കാറുകളിൽ വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് അതിനോട് ചേർന്ന് ഒരുപാട് ഫുഡ് ജോയിൻറ്റുകളും ചെറിയ ചെറിയ തട്ടുകട പോലത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ നിൽക്കുന്നത് ഇവരുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കും അതിനോട് ചേർന്നുള്ള ഒരു ബുദ്ധക്ഷേത്രത്തിലുമാണ്. ഇതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് കാണുക. അങ്ങനെ ഞാൻ എത്തുന്നത് ഒരു 11 മണിക്കാണ്. എനിക്ക് കുറച്ച് ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് സ്ട്രീറ്റൊക്കെ നോക്കുമ്പോൾ എല്ലാം നമ്മളധികം കഴിക്കാത്ത നമുക്ക് പരിചയമില്ലാത്ത തരത്തിലുള്ള ഫുഡ് ഐറ്റംസൊക്കെയാണ് ഇരുന്നത്. കൂടുതലും അമ്പലമൊക്കെ ആണെങ്കിലും കൂടുതലും നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് എന്തായാലും അതൊന്നും കഴിക്കാം. ഈ ചൈനയായിട്ടൊക്കെ ആ ഒരു തരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സൊക്കെ പാലിച്ചു പോകുന്ന ആൾക്കാരാണ് ലാവോസുകാരെന്ന് ഇവിടുത്തെ ഓരോ ഫുഡ് ഐറ്റംസും കാണുമ്പോഴും എനിക്ക് മനസ്സിലായി. പൊരിവെയിലത്ത് തുറന്നു വിട്ട കോഴിയെപ്പോലെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി നടന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് ചോദിച്ചു. ഇവിടെ വാട്ടർ ഗണ്ണൊക്കെ ഉണ്ട് കേട്ടോ. വാട്ടർ ഗണ്ണ് തായ്ലൻഡ് യാത്ര ചെയ്യുന്നവർ, ഏപ്രിൽ മാസം തായ്ലൻഡ് യാത്ര ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് വാട്ടർ ഗണ്ണിൻ്റെ ആ ഒരു പ്രയോജനമെന്ന്. ഈ കാണുന്നത് ബലൂത്ത് എന്ന് പറയുന്ന ഇവരുടെ ഒരു വിശിഷ്ടമായിട്ടുള്ള ഫുഡ് ഐറ്റമാണ് കേട്ടോ. സംഭവം പകുതി വിരിഞ്ഞ താറാവിൻ്റെ മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അതിന് തൊട്ട് ചേർന്ന് തന്നെ തായ്ലൻഡുകാർക്കും ലാവോസുകാർക്കും വിയറ്റ്നാംകാർക്കും എല്ലാം ഇഷ്ടമുള്ള പുൽച്ചാടിയും പുഴുക്കളും എല്ലാം കറിവേപ്പില പോലുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് നല്ല മസാലയൊക്കെ പുരട്ടി വച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് മുട്ട കൊണ്ടുള്ള വിഭവങ്ങളും അല്ലാതെ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട തോടിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ സ്റ്റഫ് ചെയ്ത് വച്ചിട്ട് കമ്പ് ഇങ്ങനെ കുത്തി വച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നാണ് ഞാൻ ഈ തപ്പി നടക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ മസാല ദോശ പോലെ ഇരിക്കും. കാരണം സീ ഫുഡ് സാധനങ്ങളെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദോശ പോലത്തെ സംഭവമാണ് ഇത്. ഷ്രിമ്പും പ്രോൺസൊക്കെ വെച്ചിട്ടുള്ള ബോൾസ് പോലുള്ള സംഭവങ്ങളാണ്. ലാസ്റ്റ് എനിക്ക് മനസ്സിലായി, ഓക്കെ ഒരു ജ്യൂസിൽ ഒതുങ്ങുക അതായിരിക്കും നല്ലത്. അങ്ങനെ വന്ന് വിലയൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഭാഷ ഒരു പ്രശ്നമാണ്. ഇംഗ്ലീഷ് പലർക്കും അറിയില്ല. വില ചോദിക്കുമ്പോൾ ഇതിന് വെറും 2000 കിപ്പേ ഉള്ളൂ. എന്നാൽ ശരി, ഒരു കരിമ്പ് ജ്യൂസ് തന്നെ കുടിക്കാം എന്ന് വിചാരിച്ചു. ഒരു കരിമ്പ് ജ്യൂസിന് ഞാൻ ഓർഡർ കൊടുത്തു. വലിയ ഒരു ഗ്ലാസ്സൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവർ ഈ ജ്യൂസ് കോൺസെൻട്രേറ്റ് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരു വലിയ ഗ്ലാസ് നിറയെ ഐസാണ്. അതിലാണ് ഈ കുറച്ച് ജ്യൂസാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം എന്ന് ആഗ്രഹം ഉള്ളവർക്ക് അതും അവർ പിഴിഞ്ഞ് തരും. അപ്പോൾ ഈ 2000 കിപ്പ് എന്ന് വെച്ചാൽ വളരെ ചെറിയ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടാണ്. അതിന് നിനക്ക് പിന്നെ ഒരു ഫുൾ ബക്കറ്റ് നിറയെ കരിമ്പ് ജ്യൂസ് തരണമോ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത് ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 കിപ്പല്ല, 20,000 കിപ്പായിരുന്നു. നല്ല അടിപൊളി ജ്യൂസ്, കുറ്റം പറയാൻ പറ്റത്തില്ല. നല്ല സൂപ്പർ ജ്യൂസ്. ഇതിന് 20,000 കിപ്പാണ് കേട്ടോ. ഇവിടെ നമ്മളെ കുളിപ്പിക്കുകയാണ്. നല്ല രസമുണ്ട്. അപ്പം നല്ല സൂപ്പർ ജ്യൂസ് 20,000 കിപ്പ്. ഓക്കെ. ലാവോസിൽ ഈ ദിവസം ഏത് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. അരയാൽ വൃക്ഷത്തിൻ്റെ ചുറ്റിനുമായിട്ട് ഒരുപാട് ബുദ്ധ പ്രതിമകൾ ഉണ്ടാവും. ഇതിലെല്ലാം ആൾക്കാർ ഇങ്ങനെ ചുറ്റി
ചുറ്റി നടന്ന് അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ചിലർ ഈ കണിക്കൊന്നയുടെ പൂവും ഇലകളുമൊക്കെ ചേർത്ത് കെട്ടി ഒരു കമ്പ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ മുക്കി അതിലേക്ക് ഇങ്ങനെ തെറ്റിച്ച് വീഴ്ത്തുകയാണ്. വേറെ ചിലർ ബക്കറ്റിൽ വെള്ളം എടുത്ത് ചെറിയ മഗ്ഗുകളിലായിട്ട് വെള്ളം കോരി അങ്ങ് ഒഴിക്കുകയാണ്. ഇത് ഏത് അമ്പലത്തിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു അരയാലും അതിന് ചുറ്റും ബുദ്ധ പ്രതിമകളും ഉണ്ടാവും. ഇവരുടെ ന്യൂ ഇയറിലാണ് വരുന്നതെങ്കിൽ ആൾക്കാർ അതിന് ചുറ്റും ഇതുപോലെ വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ പന്തൽ പോലെയൊക്കെ കിട്ടിയിട്ട് അവിടെ ബുദ്ധ ഭിക്ഷുക്കളും ഒക്കെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഓഫറിങ്സ് ഒക്കെ ചെയ്യണമെന്നോ, നമ്മുടെ നാട്ടിൽ ഈ വഴിപാട് പോലുള്ള സംഭവങ്ങൾ, അർച്ചന പോലുള്ള സംഭവങ്ങളൊക്കെ ഇല്ല, അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. മറ്റൊരു വശത്ത് വീണ്ടും ഒരു ബുദ്ധ പ്രതിമ വച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ആൾക്കാർ ഇതുപോലെ വെള്ളം കോരി ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പ്രീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട്, ഈ ബുദ്ധ ഭിക്ഷുക്കൾ ഇങ്ങനെ ഒരുപാട് നിരന്നിരിക്കുകയാണ്. മറ്റൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മരം പോലെ ചെറിയൊരു ചെടി പോലെ വച്ചിട്ടുണ്ട്. അതിൽ നിറയെ നോട്ടുകൾ ആൾക്കാരിങ്ങനെ കൊരുത്ത് ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഭക്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ഇവരുടെ നാട്ടിലെ കറൻസിയും അയൽ രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാം, കംബോഡിയ അവിടങ്ങളിൽ നിന്നൊക്കെ ഉള്ള കറൻസിയൊക്കെ ഇതുപോലെ കൊരുത്ത് ഇട്ടിട്ടുണ്ട്. ഏതൊരു നാട്ടിലും ഇതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഏതൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ബുദ്ധമതത്തിന് അവിടെ വളരെ വലിയ ഒരു സ്ഥാനമാണുള്ളത്. ലാവോസിലാണെങ്കിലും ബുദ്ധ ഭിക്ഷുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തൊട്ടടുത്ത സ്ഥാനക്കാർ എന്നാണ് അവർ കരുതി പോകുന്നത്. ഇത്രയൊക്കെയാണ് ലാവോസുകാരുടെ വിഷുദിനത്തിൽ എനിക്ക് കാണാൻ പറ്റിയ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.